വ്യത്യസ്തമായ ഒരു സ്നാക്ക് ഉണ്ടാക്കാം. വ്യത്യസ്തമായ സ്നാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ സ്നാക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പലഹാരമാണ്, ഇന്നത്തെ തലമുറയ്ക്ക് അധികം പരിചയമില്ലാത്തൊരു പലഹാരം. പക്ഷെ ഇതിന്റെ പേര് എനിക്കും അറിയില്ല. എന്താന്ന് വെച്ചാല് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു റെസിപ്പി എനിക്ക് കിട്ടിയതാണ്, പക്ഷെ പേര് നോട്ട് ചെയ്ത് വെക്കാൻ മറന്നുപോയി. അതുകൊണ്ട് റെസിപ്പിയുടെ പേര് അറിയില്ല. അപ്പോൾ ഞാൻ ഇട്ട പേരാണ് ഗോതമ്പ് പൊടി കൊണ്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഉഴുന്നുവടയ്ക്ക് അരയ്ക്കുന്ന പോലെ പരിപ്പുവടയ്ക്ക് അരയ്ക്കുന്ന പോലെ അരച്ചു വെക്കുക, അല്ലെങ്കിൽ മുളക് പൊടി മിക്സ് ചെയ്ത് വെക്കുന്ന പോലെ ഇത്ര മണിക്കൂർ മിക്സ് ചെയ്ത് വെക്കുക, ഇത് അങ്ങനെയൊന്നുമില്ല. ഉടനെ തന്നെ മിക്സ് ചെയ്യുക, ഉണ്ടാക്കുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പലഹാരത്തിന്റെ പേര് അറിയാവുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് ആ പേരൊന്ന് കമന്റ് ചെയ്ത് തരിക. എന്താന്ന് വെച്ചാല് ഇന്നത്തെ ജനറേഷൻ അറിയാൻ പറ്റില്ല, പഴയ ജനറേഷനിലുള്ള ആളുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പേര് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ആ പേര് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ മുൻ തലമുറയിലുള്ള ആളുകൾ കഴിച്ചിരുന്ന ആ ഒരു പലഹാരത്തിന്റെ ടേസ്റ്റ് നമ്മളൊന്നും അറിയണ്ടേ, അതുകൊണ്ടാണ് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞത്. പിന്നെ ഇത് മൈദപ്പൊടിയിൽ ഉണ്ടാക്കിയാൽ കറക്റ്റ് ആവുമോ എന്ന് എനിക്ക് അറിയില്ല. എന്താ വെച്ചാൽ മൈദപ്പൊടിയിൽ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ തേങ്ങക്കൊത്ത് ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കുക. ആ തേങ്ങക്കൊത്ത് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരിക. അതുപോലെ ചെറിയ ചൂടോടുകൂടി കഴിക്കുക. ചൂട് മാറിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് മനസ്സിലാവില്ല. ഉള്ളിയും തേങ്ങക്കൊത്തും എല്ലാം ഒരിഞ്ഞ് വരുമ്പോൾ ഉള്ള ടേസ്റ്റ് ആണ് അതിന്റെ പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ചട്നിയുടെ കൂടെയോ ടൊമാറ്റോ സോസിന്റെ കൂടെയോ ഒക്കെ ചേർത്ത് കഴിക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും വെറുതെ ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ ആ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഫ്രൈഡ് ആണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയുമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്, മൈദപ്പൊടി അല്ല. അതുകൊണ്ടാണ് ഞാൻ ഫ്രൈഡ് ആണെങ്കിലും ഹെൽത്തി ആണെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് താഴെ കമന്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഉറപ്പായിട്ടും കമന്റ് ചെയ്യുമല്ലോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, ലിജിത. ലിജിതയുടെ വീട് ആലപ്പുഴയിലാണ്. അപ്പോൾ ലിജിതയുടെ മോന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. മോന്റെ പേര് ശിവ തേജസ് എന്നാണ്. അപ്പോൾ മോന്റെ 9th ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ മോന് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ കഴിഞ്ഞ ദിവസം മോൻ തന്നെ എനിക്ക് വാട്സാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആന്റി എന്റെ ബർത്ത്ഡേ ആണോ സാറ്റർഡേ, ആന്റി വിഷ് ചെയ്യോ എന്ന് വെച്ചിട്ട് വാട്സാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ആക്ച്വലി പ്ലാൻ ചെയ്ത റെസിപ്പിയും ഇതായിരുന്നില്ല, വേറൊരു റെസിപ്പി ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ ഈ മോൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലിജിത എനിക്ക് എപ്പോഴും കമന്റ്സിൽ റിപ്ലൈ തരാറുണ്ട്. ഏറ്റവും നാടൻ സാധനങ്ങളാണ് കൂടുതൽ ഇഷ്ടം. നാടൻ പലഹാരങ്ങളാണെങ്കിലും നാടൻ കറികളാണെങ്കിലും ഞാൻ നാടൻ റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ ലിജിത കമന്റ് ചെയ്യാറുണ്ട്, ഇത് എന്റെ മോന് ഇഷ്ടമാണ് ചേച്ചി. അങ്ങനെ ആ ഒരു കമന്റ്സും എല്ലാം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ മോനൊന്നൊരു സ്പെഷ്യൽ ആയിട്ടൊരു നാടൻ പലഹാരം തന്നെ ആവട്ടെ, അത് അധികം പരിചയമില്ലാത്തൊരു പലഹാരം ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പലഹാരം എല്ലായിടത്തും ഉള്ളതാണോ എന്ന് നമുക്കറിയില്ല. ഇല്ല, ഇപ്പോ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ഉണ്ടാക്കണ്ടോന്നും അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ചില റെസിപ്പികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇടിച്ചക്ക കൊണ്ടൊരു കറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കറി ഇട്ടിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, അത് ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു 12-12:30 ആയപ്പോ എനിക്കൊരു ഫോട്ടോ വന്നു വാട്സാപ്പില്. എന്താ വെച്ചാല് ശോഭ ചേച്ചി വീഡിയോ കണ്ടിട്ട് ഉടനെ തന്നെ പോയിട്ട് ചക്കക്കറി ഉണ്ടാക്കി വാട്സാപ്പ് ചെയ്ത് തന്നു. അപ്പൊ അതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും. എന്താന്ന് വെച്ചാല് നമ്മള് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അന്ന് തന്നെ ആ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് ഫോട്ടോ അയച്ചു തരാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സന്തോഷമാണ്. അപ്പൊ ചേച്ചി ഒരുപാട് താങ്ക്സ്. ആ ചേച്ചിയുടെ ആ ഒരു താല്പര്യം, ഉണ്ടാക്കാനുള്ള ആ ഒരു താല്പര്യം, അതുപോലെ തന്നെ അതെനിക്ക് അയച്ചു തരുമ്പോൾ വളരെ സന്തോഷമാണ് അത് കാണുമ്പോൾ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഡിന്നർ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സിമ്പിൾ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സൗമ്യ കുട്ടി ഇതുപോലെ തന്നെ ചെറുപയറും കൊണ്ട് കറി ഉണ്ടാക്കിയിട്ട് അതും അന്ന് തന്നെ അയച്ചു തന്നു. അപ്പൊ നിങ്ങൾ ഇതുപോലെയുള്ള റെസിപ്പികൾ, ഞാൻ ചെയ്യുന്ന റെസിപ്പികൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്ത് തരൂ. ആ ഒരു ഫോട്ടോ കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത സന്തോഷമാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുപോലത്തെ അത്രയും സന്തോഷമുണ്ട്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ടു എന്നുള്ള കമന്റും, അതുപോലെ തന്നെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കമന്റ്സും ഈ ഫോട്ടോയും എല്ലാം കൂടെ വരുമ്പോൾ അത് അത്ര നമുക്ക് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി. പിന്നെ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടല്ല കേട്ടോ ഇൻട്രോ പറയുന്നത്. എൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോരുത്തരുണ്ട്, പക്ഷെ ഇവർ രണ്ടുപേരും സംസാരിക്കില്ല. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഇന്നലത്തെ ചീരത്തോരന്റെ വീഡിയോയിൽ സൗമ്യ കമന്റ് ചെയ്തിരുന്നു, ചേച്ചി ചേട്ടൻ ഇതാ ക്യാമറയുടെ മുന്നിലേക്കൊക്കെ എത്തി തുടങ്ങി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നാളത്തെ വീഡിയോയിൽ ചേട്ടൻ വീണ്ടും ക്യാമറയുടെ മുന്നിലേക്ക് വരും.
അതൊരു സർപ്രൈസ് ആണ്. അതെന്താ വെച്ചാല് നാളത്തെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. നാളെ വളരെ പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. അപ്പൊ എല്ലാരും വീഡിയോ കാണാം. അതുപോലെ തന്നെ വീണ്ടും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി കൊണ്ടുള്ള നാടൻ പലഹാരം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1 സവോള, ഒരു ചെറിയ പീസ് ഇഞ്ചി, അതുപോലെ തന്നെ 3 പച്ചമുളക്. അത് പച്ചമുളക് നമ്മുടെ എരിവനുസരിച്ച് ചേർക്കാം. പിന്നെ 1 തണ്ട് കറിവേപ്പില. പിന്നെ നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കുന്നത് ഇളം ചൂടുവെള്ളത്തിലാണ്. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണയും. അപ്പോൾ നമുക്ക് ആദ്യം സവോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെറുതാക്കി എടുക്കുക. അതുപോലെ തന്നെ നേരത്തെ ഞാനൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് പറയാൻ മറന്നുപോയി. നമുക്കിതിൽ ഏറ്റവും അത്യാവശ്യമുള്ളത് കുറച്ച് തേങ്ങക്കൊത്താണ്. അത് ഇതുപോലെ നമ്മൾ ഉണ്ണിയപ്പത്തിലേക്ക് വറുത്തിടില്ലേ, അതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ നമുക്കിനി ഗോതമ്പ് പൊടിയിലേക്ക് വേപ്പില ഒന്ന് മുറിച്ച് ചേർക്കാം. വേപ്പില ചെറുതായിട്ട് ഒന്ന് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് ചേർക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, സവോള. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും എല്ലാം പൊടിയിലേക്ക് നന്നായിട്ട് മിക്സ് ആയി വരാനാണ് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കുഴയ്ക്കാം. അധികം ചൂടുവെള്ളം വേണ്ട. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ടുള്ള പാകത്തിൽ കുഴച്ചെടുക്കുക. അപ്പോൾ അതായത് കണ്ടോ, നമ്മുടെ മാവ് ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് വീഴുന്ന പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ ഉപ്പ് കറക്റ്റ് ആയിരിക്കണം. ഉപ്പ് ഇനി ഈ ഒരു സ്റ്റേജിലാണെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയാണ് ഉടനെ തന്നെ പുറം ഭാഗം കരിഞ്ഞു പോവും, ഇൻസൈഡ് കുക്കാവില്ല. പിന്നെ നമ്മൾ പരിപ്പ് വടയും ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം എടുത്ത് അടുത്ത് വയ്ക്കില്ലേ, നമ്മുടെ കൈ ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പിച്ച് വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കയ്യിൽ വെച്ച് പരത്തിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ കൈ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൈയുടെ ഉൾഭാഗത്ത് കുറച്ച് വെള്ളം തടവിയിട്ടുമുണ്ട്. ഇനി നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിലേക്ക് വയ്ക്കാം. അപ്പോൾ ഏത് വലിപ്പത്തിൽ വേണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തീരുമാനിക്കുക. ഞാനിപ്പോൾ ഈ വലിപ്പത്തിലാണ് പരത്തിയെടുക്കുന്നത്. കുറച്ച് വലിപ്പം കൂട്ടിയിട്ട് തിക്നെസ് കുറച്ചാണ് പരത്തിയെടുക്കുക. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പരിപ്പുവടയൊക്കെ ചെയ്യുന്ന സെയിം അതേപോലെ തന്നെ, പിന്നെ അധികം തിക്കായി പോവാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ കൈ ഡിപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ കയ്യിൽ പൊടി ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കും. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി. ഇനി നമുക്ക് എത്രത്തോളം കുക്കാവണം, നന്നായിട്ട് കുക്കാവണമെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് മൊരിഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് മൊരിച്ചെടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ കുറച്ച് ഹാർഡായിരിക്കും. ഞാനപ്പോൾ ഒരുപാടകം മൊരിച്ചെടുക്കുന്നില്ല, ഒരു മീഡിയം കുക്ക് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ കുക്കാവുന്നോറും കഴിക്കാൻ ബുദ്ധിമുട്ടായി വരും, ഹാർഡായി വരും. അപ്പോൾ നമ്മൾ ഈ വടയാണെങ്കിലും ഇട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചിടരുത്. എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടിയാണ്, ഒന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിടാം. ഈ സൈഡും നന്നായിട്ട് കുക്കായി വരട്ടെ. 2 സൈഡ് തിരിച്ചും മറിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വട ഒന്നുകൂടി നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷെയ്ഡ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ ബ്രൗൺ ഷെയ്ഡ് ആക്കി എടുക്കുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ
കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കറുമുറ കുറയ്ക്കാൻ നല്ല രസമായിരിക്കും. കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാടങ്ങ് മൊരിച്ചെടുക്കാതെ ലൈറ്റായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റുന്നത്. പക്ഷേ ഇൻസൈഡ് കുക്കായിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുത്തത്. അപ്പോൾ തന്നെ ഗോതമ്പ് പൊടി കുറച്ച് കുക്കായി കിട്ടും. പിന്നെ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കുക്കായി വരും. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ മൊരിഞ്ഞ് വരുമ്പോൾ സവോളയുടെ കളറൊക്കെ മാറി വരുന്നത് കാണാം. സവോള ഒന്ന് മൊരിഞ്ഞ് ആ തേങ്ങക്കൊത്തൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. തേങ്ങക്കൊത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ ഡൗട്ട് വന്നു തേങ്ങക്കൊത്ത് ഫ്രൈ ചെയ്ത് ചേർക്കണ്ടേ എന്നുള്ളത്. തേങ്ങക്കൊത്ത് ഇതിൻ്റെ കൂടെ ആ കുക്കായി വരുമ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ കറക്റ്റ് ടേസ്റ്റ് ആയിക്കോളും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോൾ തേങ്ങക്കൊത്തിന് വീണ്ടും ബലം കൂടുകയാണ്. ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ആവുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കളർ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഷെയ്ഡിലാണ് എണ്ണയിൽ നിന്ന് മാറ്റുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ചൂട് മാറി വരുമ്പോൾ ഇതിൻ്റെ കളർ വീണ്ടും മാറി വരും. അതുകൊണ്ടാണ് ഞാൻ കളർ കാണിച്ചു തന്നത്. ഞാനിപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാണ്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ പലഹാരം എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇതിലും കൂടുതലുണ്ട്, 2 എണ്ണം കൂടി ഉണ്ട്. അപ്പോൾ ഈ പ്ലേറ്റിൽ ഇത്ര വയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും വെച്ചത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി കഴിക്കൂ. ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ചേഞ്ച് ആയിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. നമ്മളെപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്നതിൽ നിന്ന് ഒരു വെറൈറ്റി ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ടോ, ഇൻസൈഡ് കുക്കായിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. കണ്ടോ, കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ അധികം മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒരുപാടങ്ങ് മൊരിച്ചെടുക്കാതിരുന്നത്. നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് നന്നായിട്ട് മൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ മൊരിച്ചെടുക്കാം. പിന്നെ കുറച്ച് എരിവുള്ള ചട്നിയുടെയോ ടൊമാറ്റോ സോസിൻ്റെയോ കൂടെ ചേർത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ട്. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.